ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ ആസിഫ് അലി നായകനായിട്ട് എത്തിയ സർക്കിട്ട് കണ്ടായിരുന്നു. 1001 നുണകൾ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള താമറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രേഖാചിത്രം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന ചിത്രമാണ് സർക്കിട്ട്. അപ്പോ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ഡ്രാമ മൂവി ആയിട്ടുള്ള സർക്കിട്ട് എന്ന ഈ ചിത്രം വളരെ നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഈ ചിത്രത്തിൽ നമുക്ക് അങ്ങനെ ബോറടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. കാര്യം ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവ്മെന്റ്സും അതുപോലെ തന്നെ കോമഡിയും അതുപോലെ ഇമോഷൻസിനും ഒക്കെ പ്രാധാന്യം നിറച്ചുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കടന്നുപോയത്. സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞാൽ ലാസ്റ്റിലൊക്കെ ഇമോഷന് നല്ല പ്രാധാന്യമാണ്. പലപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ചിത്രത്തിന്റെ സ്റ്റോറിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗൾഫിലാണ് ചിത്രം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജോലി അന്വേഷിച്ച് ചെല്ലുന്ന നായകൻ, അതേസമയം അവിടെ തന്നെ താമസിക്കുന്ന മറ്റൊരു ഫാമിലി, നല്ലൊരു തൊഴിലൊന്നും കിട്ടാതെ നിൽക്കുന്ന നായകനെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അവിടുത്തെ ആ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൂടി എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ എക്സ്ട്രാ എനർജറ്റിക് ആയിട്ട് അവര് പലതും ചെയ്യുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയാറൊക്കെ അടിക്കാറൊക്കെ ഉണ്ട്. അപ്പോ അതുപോലെ ഒരു എക്സ്ട്രാ എനർജി ഉള്ള ഒരു മകനുള്ള കുടുംബമാണ്. ആ ഒരു എനർജറ്റിക് എന്ന് പറയുന്നത് ഒരു അസുഖത്തിന്റെ ലക്ഷണം കൂടിയാണ്. ആ ഒരു കുട്ടിയെ നേരെ നോക്കാൻ പറ്റാതെ വർക്ക് പ്രഷറുമായി ജീവിക്കുന്ന മാതാപിതാക്കൾ. അപ്പോ നായകനും അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ സിറ്റുവേഷനും ഈ കുട്ടിയും എല്ലാം കോർത്തിണക്കി വരുമ്പോൾ സത്യം പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന നല്ലൊരു സ്റ്റോറി ആയിട്ട് ഈ ചിത്രം മാറുകയാണ്. നമ്മളെ ചിരിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും പോകുന്ന ഈ ചിത്രം നമുക്ക് നല്ലൊരു മെസ്സേജ് കൂടി തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. ഈ ചിത്രത്തിൽ ആ കുട്ടിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഫർഹാൻ ഹൈദർ എന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ ആസിഫ് അലിക്ക് പുറമെ ദിവ്യപ്രഭ, ദീപക് പരമ്പോൾ, സ്വാതിദാസ് പ്രഭു എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ തന്നെ എത്തുന്നുണ്ട്. നമ്മുടെ സംഗീത് പ്രതാപാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അജിത് വിനായകയാണ്. നമ്മുടെ ആസിഫ് അലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീൽ ഗുഡ് മൂവികളിലാവട്ടെ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് മികവ് വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വളരെ നല്ലൊരു പ്രമേയവും പ്രേക്ഷകരുടെ കണ്ണ് നിറച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. അപ്പോ നമുക്ക് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.